കായിക താരങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അവഗണന. നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കായി നടത്തേണ്ട പരിശീലന ക്യാമ്പ് ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ലെന്ന പരാതിയുമായി കായിക താരങ്ങൾ രംഗത്തെത്തി. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ ഒഴിവാക്കുകയാണെന്നും കായിക താരങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ജനുവരി 26-നാണ് ഉത്തരാഖണ്ഡിൽ വെച്ച് നാഷണൽ ഗെയിംസ് നടക്കുന്നത്. മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കായിക താരങ്ങളും ഏറെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന്റെ നിറം കെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നാഷണൽ ഗെയിംസ് നടക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പരിശീലന ക്യാമ്പ് ഇതുവരെ സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് കായിക താരങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന പരാതി. പരിശീലന ക്യാമ്പ് നടത്തിയാൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ അത് സഹായകമാകുമെന്നാണ് കായിക താരങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഒരു കായിക താരമാണ് ഞാൻ. ഞങ്ങൾക്ക് ഇതുവരെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ യാതൊരുവിധ സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഒരു മാസം എങ്കിലും മിനിമം ക്യാമ്പ് ഉണ്ടാകേണ്ടതാണ്. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ക്യാമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഞങ്ങളതായിട്ടുള്ള പെർഫോമൻസ് അവിടെ കാണിക്കാൻ പറ്റില്ല. ഇതുവരെ ഒരു അസോസിയേഷനും അല്ല ഒരു ഗെയിംസും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു വിവരം. പക്ഷെ അത് എല്ലാ പ്ലേയേഴ്സിനും, കേരളത്തിലുള്ള എല്ലാ പ്ലേയേഴ്സിനും അത് വളരെ എഫക്റ്റീവ് എന്ന് തോന്നുന്നുണ്ട്. അത് ഈ കൊല്ലത്തെ ദേശീയ ഗെയിംസിൻ്റെ റിസൾട്ടിൽ ചിലപ്പോൾ പ്രതിഫലിക്കും. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്നാണ്. ഇത്തവണ നാഷണൽ ഗെയിംസിൽ കേരളത്തിനായി മെഡലുകൾ വാരിക്കൂട്ടേണ്ട കായിക താരങ്ങളോടാണ് സർക്കാരിന്റെ ഈ അവഗണന. ജനം, കോഴിക്കോട്.